അമ്മമാരാണ് എല്ലാവരും ഉണ്ട്, കുട്ടികളും ഒക്കെ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. മെയിനായിട്ട് അമ്മമാർക്കൊക്കെ നമ്മളെ വിരുന്ന് പോക്കും അതും അതിൻ്റെ ഇടയിലൊക്കെ കുട്ടികളുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുന്നത് കൂടുതൽ അമ്മമാരായിരിക്കും അല്ലേ. ശനി ഞാൻ സ്കൂളില്ലാത്തപ്പോൾ മദ്രസ ഉണ്ടാകുമ്പോൾ അവിടുന്ന് വേഗം അങ്ങനെ കുറേ, പിന്നെ ഒരുപാട് ദൂരം മദ്രസ ഉള്ളവർക്ക് രാവിലെ പോകണം രാത്രി പോകണം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് മദ്രസ പഠിക്കാൻ പറ്റും കേട്ടോ. അത് നല്ല മികച്ച രീതിയിൽ തന്നെ അൽ നൂർ ഓൺലൈൻ മദ്രസ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. നമുക്ക് തോന്നും മദ്രസയിൽ പോയി പഠിക്കുന്ന പോലെയൊക്കെ ഇപ്പോൾ ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റുമോ. അത് എനിക്ക് നല്ല ഒരു ഉറപ്പുണ്ട് കേട്ടോ. കാരണം നബിലോട്ടിയുടെ കുട്ടികളൊക്കെ ഓൺലൈനായിട്ടാണ് മദ്രസ പഠിക്കുന്നത്. അവർക്ക് എല്ലാവരും അറിയാം. ഇതൊക്കെ ആദ്യമായിട്ട് മദ്രസ പഠിക്കുന്നത് ഓൺലൈനായിട്ടാണ്. നല്ല ഓതാനും എല്ലാ കാര്യങ്ങളും അറിയും. അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചറാണ്. അപ്പോൾ ഈ കുട്ടിയും ടീച്ചറും മാത്രമുള്ള ഒരു ക്ലാസ് ആകുമ്പോൾ അവർക്ക് എന്തായാലും അത് പഠിക്കും. ഒരു മോഡേൺ ടീച്ചിങ് മെത്തേഡിലൂടെയാണ് അവർ കുട്ടികൾക്ക് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഖുർആൻ, ഹദീസ്, തജ്വീദ് ഉൾപ്പെടെയുള്ള ഒരു ഫുൾ സിലബസോട് കൂടിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അത് നമുക്ക് സൗകര്യമുള്ള സമയത്ത് നല്ല നമ്മളെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടൈമിൽ നമുക്ക് ഇരുന്ന് പഠിക്കുകയും ചെയ്യാം. വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഒക്കെ മതപഠനം പാതി വഴി മുടങ്ങിയവരൊക്കെ ഉണ്ടാവല്ലോ, അവർക്കൊക്കെ വീണ്ടും വീട്ടിലിരുന്നോണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു മദ്രസ ക്ലാസ്സിൽ മാസാവസാനം അസസ്മെന്റ് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഓൺലൈനായിട്ട് മദ്രസ പഠിച്ചാൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് പഠിയോ എന്നുള്ള ഒരു ടെൻഷനും വേണ്ട, എല്ലാവരും പഠിയൂട്ടോ. കാരണം ഞാൻ പറഞ്ഞ ആസൂട്ടനും ഈസൂട്ടനും ഒക്കെ കുട്ടികളൊക്കെ ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ അൽനൂർ ഓൺലൈൻ മദ്രസിനെ കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ, മെസ്സേജ് ചെയ്താൽ മതി. ഇപ്പൊ യാമിക്കുട്ടിയൊക്കെ വലുതാകുമ്പോഴൊക്കെ ഓൺലൈനായിട്ട് തന്നെ പഠിപ്പിക്കുന്നു. കാരണം ഈ രാവിലെ നീറ്റ് പോകലും അത് കഴിഞ്ഞിട്ടുള്ള സ്കൂളും ഒക്കെ കൂടി ആകുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ അല്ലേ.